അപ്പോൾ കഴിച്ച് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ഡേ ആയിരുന്നു. ഒരുപാട് ദിവസമായിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. ഇതിപ്പോൾ ഏതാണ്ട് 1 മാസത്തിൽ 2 മാസമോ 8 മാസത്തിൽ കൂടുതലായി ചെക്കൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോൾ സമയമൊക്കെ ഒരുവിധം ആയി. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു റണ്ണിങ് കണ്ടീഷനൊക്കെ തന്നെയാണ്. വണ്ടി വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയില്ല. ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ വണ്ടികൾക്കും വരുന്നത് തന്നെയാണ്. അത് നമ്മൾ ലൈറ്റ് വർക്കിന് ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ വീട്ടിലൊരാൾ വരും. അയാൾ ബാക്കി ചെയ്യുമെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ഇപ്പം എന്താവും എന്ന് എനിക്കറിയില്ല. നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോവാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ റോങ് വേ കൂടെയാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേറെ വഴിയില്ല. നമുക്ക് ഇതുവഴി, അതായത് നേരെയുള്ള, അതായത് സ്ട്രേറ്റ് റൂട്ട് വഴി നമുക്ക് നേരെ കയറി പോകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കൂടെ കയറി പോകുമ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് ചാടാൻ ഭയങ്കര പാടാം. പിന്നെ ഞാൻ അങ്ങ് പോയി യൂട്ടേൺ എടുത്തിട്ട് വരാം. അതാണ് ഇങ്ങനെ പോകുന്നത്. ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് ലിപ്പ് വയ്ക്കാനായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പറയാൻ വിട്ടു, ഞാൻ ലിപ്പ് വെച്ചിട്ട് വരട്ടെ. കാരണം ഈ വണ്ടിക്ക് ലിപ്പ് വെച്ച് ഞാൻ പാതി ലുക്ക് ലിപ്പ് വയ്ക്കാം. ലിപ്പ് വയ്ക്കാനായിട്ട് ഇങ്ങോട്ട് എടുത്തു. അങ്ങോട്ടായിരുന്നു. ഞാൻ ഇവിടെ കൊണ്ടിട്ട് അവരാടാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടിട്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നേരെ വണ്ടി ഈ സൈഡിലോട്ട് കൊണ്ടിട്ടാം അല്ലേ? അതായിരിക്കും നല്ലത്. ഈ സൈഡിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഓക്കെ ഫൈനലി നമ്മൾ ലിപ്പൊക്കെ വെച്ച് നമ്മളെ വണ്ടി സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു കേട്ടോ, കാരണം ലിപ്പ് ഒട്ടുന്നില്ലായിരുന്നു. കാരണം ആ ലിപ്പിൽ പിന്നെ എക്സ്ട്രാ 3-4 ആൾക്കാരെ വിളിച്ച് പണി കൊണ്ടിരുന്ന 3-4 ആൾക്കാരെ വിളിച്ചിട്ടാണ് അമ്മമാർ ഇങ്ങനെ ആക്കിയത്. വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ സാധനമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പം ചെറിയ അങ്ങ് അറ്റമൂലയൊക്കെ ചെറിയ പ്രശ്നമാണ്. ചേസ് നമ്മൾ അന്ന് കൊണ്ടുവന്നപ്പോൾ എന്താ 98% എല്ലാം ഹെൽത്തുള്ളായിരുന്നുള്ളൂ. അതിൻ്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചേസ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ 98%. ഇപ്പോൾ അത് 100% ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് 99% ഉള്ളൂ. 1% നമ്മൾ അവിടെ വർക്ക്ഷോപ്പിൽ റെഡിയാക്കി കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അണ്ണൻ്റെ ഒരു കമ്പി ഒന്ന് തട്ടി കേട്ടോ. അങ്ങനെ പോയതാണ്. നമ്മൾ അത് സ്പീഡോമീറ്ററൊക്കെ റെഡാസ്ത്ര ബോഡി തന്നെ ആക്കിയിട്ട് നമുക്ക് ബോഡിയിൽ, അതായത് റെഡാസ്ത്ര ബോഡിയിൽ നമുക്ക് ഈ കവർക്ക് ഇടണം. മീൻസ് ഉദ്ദേശിച്ചത് നമ്മുടെ കുഷ്യനില്ലേ അകത്ത് ചെറിയൊരു, അതായത് നീല കുഷ്യനാണ് കിടക്കുന്നത്. നമുക്കത് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം പൈസയൊക്കെ കയ്യിൽ ഒത്തു വന്ന സമയമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഇരിക്കുന്ന പൈസ മൊത്തം തീരും കഴിച്ചു. കാരണം എൻ്റെ ഇപ്പം കറൻലി ഒരു 8 lakh എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അത് വെച്ച്, അതായത് എൻ്റെ ടോട്ടൽ എൻ്റെ 100 lakh ഇരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വണ്ടി പണിയിച്ചപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് തീരാതായിരുന്നു. 90 lakh തന്നെ തീർന്ന് വണ്ടി പണിയിച്ചപ്പോൾ തന്നെ. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ഉള്ള 7 lakh ആണ്. അത് വെച്ചപ്പോൾ ലൈറ്റ് വർക്കിൻ്റെയും കുഷ്യനും പിന്നെ നെയിം ബോർഡും ഇത്രയും വർക്ക് തീർത്താൽ മാത്രമേ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ട്രിപ്പൊക്കെ ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് അവർക്ക് അറിയില്ല. നമ്മുടെ നോർത്ത് വേ വണ്ടി ഇനി ഇറങ്ങാൻ പോകുന്നതില്ല, കമ്മിങ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കൂലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണോടെ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഞാൻ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ ഇവിടെ തട്ടൂടെ ഉറപ്പ് തട്ടിയിടാ. നമുക്കത് ലൈറ്റ് വർക്കിന് വരുന്ന ആളടുത്ത് പറഞ്ഞിട്ട് റെഡിയാക്കുന്നടാ. എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കും പറ്റിയടേ. പക്ഷേ അയ്യോ തട്ടിയാടാ, തട്ടി കേട്ടോ ഗൈസ്. ചിലരുടെ കയറി തട്ടി. നമുക്ക് എന്താ പറഞ്ഞാൽ പോവാം. ഓക്കെ, ഇപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ കരുതി വണ്ടി ഇടിച്ചെന്ന്. ചെറിയൊരു കുറച്ച് സൈഡിൽ കിടപ്പുണ്ട്, പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. വണ്ടി ഇപ്പോൾ നേരെ വീട്ടിൽ കൊണ്ടുവച്ച് ചെല്ലണം. വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നാളെ തന്നെ ഒരുത്തൻ ലൈറ്റിന് വർക്കിന് വരുമെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഗൈസ്, ഐ ഡോണ്ട് നോ. ബൈ. മറ്റേ വളയിലൂടെ വളയോ ഇല്ലല്ലോ, വളയിലോ. ലെറ്റ്സ് ഗോ ടു നമ്മൾ ഹൗസിലോട്ട് പോവാണ്. നമ്മൾ നേരെ ഹൗസിലോട്ട് വന്നു കേട്ടോ. അതിനടുത്ത് ഗേറ്റൊക്കെ തുറന്നിട്ടൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ്. നമ്മൾ ചേസ് കൊണ്ട് ആ സെയിം വഴി കൂടെ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു അത്. ഓക്കെ, വണ്ടി വരുന്ന മാക്സിമം ഒട്ടിച്ചും കയറ്റിയേക്കാം. നാളെ വർക്കിന് ഒരാൾ വരും. അപ്പോൾ അയാൾക്കൊക്കെ പറഞ്ഞ് നമുക്ക് വണ്ടി റെഡിയാക്കിയിട്ട് ചെക്കന് വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ വണ്ടി ഓടും. മീൻസ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പോകുന്നതിന് തന്നെ ഏതാണ്ട് എനിക്ക് കുറച്ചധികം പൈസ മുടക്കേണ്ടി വരും. കാരണം ഒരു ഗൈസ് നമ്മളെ എന്താ ഞാനിപ്പോൾ പറയാ സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ. കാരണം ചേസ് അല്ലേ, ചേസ് പണിയിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല 100 lakh ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കംപ്ലീറ്റ് തീർന്നു. ഇനിയിപ്പോൾ ഏകദേശം ഒരു
ഒരു 8 രൂപ എൻ്റെ കാണണം, 8 അല്ലെങ്കിൽ ഒരു 8 രൂപ എൻ്റെ കാണണം, 8.5, അതായത് 8 lakh rupees എൻ്റെ കാണണം വണ്ടി. ഇപ്പം ഇത് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇനി നമുക്ക് അതൊക്കെ മാറ്റണം ഗൈസ്. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇനി അതൊക്കെ മാറൂടെ, നാളെ ആകുമ്പോൾ മാറും ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നത്. ഈ ബോഡി വരുന്ന ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ കൊണ്ടുപോയ സെയിം ചേഞ്ച് തന്നെയാണ് ഞാൻ അതായത് ഈ സാധനം വെച്ച് കാണിച്ചു തരാണ്. നമ്മൾ കൊണ്ടുപോയ ചേഞ്ച് തന്നെയല്ലേ, അല്ലേ ഈ ആ ചേഞ്ച് ഇതുപോലെ തന്നെ. കുഷൻ കണ്ടോ, ഒരു നീല കുഷനാണ് കിടക്കുന്നത്. ZAstra BS6 ബോഡി, Z1 ഏരിയ, അങ്ങനെയാണ് വരുന്നത് ചെക്കൻ. അപ്പോൾ ഗൈസ്, സീ ദ നെക്സ്റ്റ് വൺ, ബൈ.